ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മോര് കറി അതുപോലെ മീൻ കറിക്കൊക്കെ ബെസ്റ്റ് സൈഡ് ഡിഷായ കയ്പ്പക്ക ഉണക്കിയത് അല്ലെങ്കിൽ കയ്പ്പക്ക മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. അതിന് വേണ്ടി ഞാൻ കയ്പ്പക്ക ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അടച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് മൂടി മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. വേവൊന്ന് ഈവൻ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സോളം കുക്ക് ചെയ്യുക. ഈ വെള്ളം ഒന്ന് വറ്റി കിട്ടുന്ന വരെ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഇരുമ്പിൻ്റെ ഇതുപോലത്തെ പാൻ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഈ വെന്ത കയ്പ്പക്ക നമ്മൾ ഇതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. അത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ഞാൻ കൂടുതലായിട്ട് ഇതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല, മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ, ഉപ്പും മഞ്ഞൾപ്പൊടിയും. അത് കഴിഞ്ഞ് ഇത് നമ്മൾ ഇതുപോലെ ഒരു ചട്ടവും വെച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് വെക്കണം. അപ്പോൾ നമുക്കിത് ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. വേറെ ഒരു പ്രോസസ്സും ഇല്ല. ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ എണ്ണ നോക്കിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. സ്പെഷ്യലി ഞാൻ ആദ്യം പറഞ്ഞ പോലെ മോര് കറിക്ക്, അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ കറി അല്ലെങ്കിൽ ഫിഷ് കറിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് പാരലി ഈ സമയത്ത് വേറെ ഏത് പണി വേണമെങ്കിലും ചെയ്യാം. ഓൺലി തിങ് നമ്മളിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ സിമ്മിൽ വെച്ചിട്ട് ഇതേ ചൂടിൽ നമുക്കിത് കുറച്ച് നേരം ഇതുപോലെ വെച്ചാൽ മതി. അപ്പം നമ്മുടെ കയ്പ്പക്ക ഫ്രൈ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റി, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അതിൻ്റെ കയ്പ്പൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ മഞ്ഞളിട്ട് ഇത് നമ്മൾ മുറിക്കുന്നതിന് മുമ്പേ കുറച്ച് സമയം ഒന്ന് മഞ്ഞളിട്ട വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ ഭയങ്കര കയ്പ്പുണ്ടെങ്കിൽ ഇച്ചിരി വെല്ലത്തിൻ്റെ പൊടി ആഡ് ചെയ്യാം. പക്ഷേ ഞാനതൊന്നും ചെയ്യാറില്ല. ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ സെർവിങ് ട്രേയിലേക്ക് ഇതുപോലെ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.